ഒരു 12 മണി ആയാലില്ലേ എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപം എല്ലാം പറയും നമ്മളിവിടെ. ഫിഷ് ഒട്ടും വറക്കാതെ തന്നെ ഒട്ടും പൊടിയാതെ എങ്ങനെ ഫിഷ് മോളി ഉണ്ടാക്കാം. ഒരിക്കലും നമ്മുടെ മാത്രം നല്ലതാണെന്നും മറ്റുള്ളവരുടെ മോശമാണെന്നും ഒരിക്കലും പറയാം. ഞാൻ ചെയ്യണത് മാത്രം ഏറ്റവും നല്ലത്, മറ്റുള്ളവർ ചെയ്യണത് ഒന്നും ശരിയല്ല എന്നും ഒരു വ്യക്തിയും പറയാൻ പാടില്ല. വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നേന്നുള്ളടത്ത് അവന്റെ ചാട്ടം 3. അപ്പൊ ആ വ്യക്തികളെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളത് വായിക്കാറ് പോലും ഇല്ല. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവോയ്ഡ്. അങ്ങനെ ഒരുപാട് ചോദിച്ചു കഴിഞ്ഞില്ല. ഞാൻ വെള്ളം കുടിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം. അപ്പൊ എങ്ങനെയുണ്ട് സംഭവം? ക്യാമറ ആണോ ഇത്? അപ്പ ഇപ്പൊ പറയും ഇതാണ് ഫിഷ് മോളി. ഫിഷ് മോളി ഇത് വലിയ സ്റ്റൈലായിട്ടുണ്ടല്ലോ. എങ്ങനെയാന്ന് എടുത്തിട്ടോക്കെ മുരിഞ്ഞു വരാനായിട്ട് എന്നാ ടെക്നിക്ക്? അത് പറയാം. ഈസ്റ്ററിന്റെ ആഘോഷം ശരിക്കും പുതിയ ഞായറാഴ്ചയാണ് നമ്മളിപ്പോ ആഘോഷിക്കുന്നത്. ഈ ഫിഷ് മോളിയും പാല് പിഴിഞ്ഞതും തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ എന്നാ നമ്മൾ ഫിഷ് മോളി എന്ന് പറയണം? അപ്പൊ ഫിഷ് മോളി ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ കിച്ചണിൽ തയ്യാറാക്കുന്നതാണ്. ഇന്ന് ചെയ്യുന്നത് മീൻ വറുക്കാതെയുള്ള ഫിഷ് മോളിയാണ്. ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ കാണിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗതി. അപ്പോൾ എപ്പോഴും ഒരു നാടൻ സ്റ്റൈലാണല്ലോ എൻ്റെ കുക്കിംഗ് എല്ലാം, നിങ്ങൾക്ക് അറിയാലോ. അപ്പം നമുക്ക് അധികം പറഞ്ഞു നിൽക്കാതെ, മഴയൊന്ന് പെയ്തെങ്കിലും ഭയങ്കര ഫാനൊന്നും ഇട്ടിട്ട് ഒന്നും ഏശനില്ല. എല്ലാം തുറന്നത് എല്ലാം ഇതാക്കി ഇട്ടേക്കോ ഒരു കാര്യവും ഇല്ല. ഒരു 12 മണി ആയാലില്ലേ എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപം എല്ലാം പറയും നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് അധികം വൈകാതെ ഫിഷ് മോളി അടുപ്പത്ത് കയറ്റി വെച്ച് ബീഫല്ല മീറ്റിന്റെ റെസിപ്പി തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ തയ്യാറെടുപ്പ് ചെയ്യാം. അപ്പൊ ഫിഷ് ഒട്ടും വറക്കാതെ തന്നെ ഒട്ടും പൊടിയാതെ എങ്ങനെ ഫിഷ് മോളി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് അമ്മ ചെയ്യാൻ പോണേ. കാരണം ഫിഷ് വറുത്തിട്ട് ചെയ്യണത് ഇവിടെ ഇഷ്ടല്ല. പിന്നെ ഇടയ്ക്ക് പറഞ്ഞേക്കാം, ഞാൻ അതുകൊണ്ട് ഈ 2 നേരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വറക്കാതെ ചെയ്യുന്നതായതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ 2 നേരത്തേക്ക് മാത്രമാട്ടോ കുക്ക് ചെയ്തെടുക്കണുള്ളൂ. അപ്പൊ ഇന്ന് കുക്ക് ചെയ്ത് നാളെ എടുക്കണമെങ്കിലും ചൂടാറിക്കഴിഞ്ഞ് തണുത്ത ഭാഗമായി കഴിയുമ്പോൾ കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. രാവിലെ അപ്പം ഉണ്ടാക്കുമ്പോൾ അത് പുറത്തെടുത്ത് ചൂടാക്കി കഴിക്കുക. അപ്പൊ നിങ്ങളെ അന്നേരം കാണിക്കാം. വീണ്ടും ഞാൻ പറയണം, നമ്മുടെ രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തതയുണ്ടാവും. അതെല്ലാ പാചകവും അങ്ങനെയാണ്. ഓരോ വീട്ടിലും ഓരോ സ്റ്റൈലിലായിരിക്കും എല്ലാ പാചകവും ഉണ്ടാക്കണേ. അപ്പൊ ഇത് ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കാവുള്ളൂ എന്ന് ഒരു നിയമവും ഇല്ല. നമ്മൾ ഓരോന്ന് പഠിച്ച രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ അല്ല എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷെ സജഷൻസ് ഒരുപാട് നമുക്ക് നൽകാൻ സാധിക്കും. സജഷൻസ് എല്ലാ വീഡിയോയിലും വരാറുണ്ട്. ഞങ്ങൾ പലതും നല്ല സജഷൻ അതനുസരിച്ച് രണ്ടാമത് ചെയ്യുമ്പോൾ ചെയ്ത് വെച്ച് ഞങ്ങളെ പേര് വരെ അനൗൺസ് ചെയ്യാം. ആള് പറഞ്ഞതനുസരിച്ച് ചെയ്തു, അപ്പൊ നല്ല ബെറ്റർ ആയി. പക്ഷെ ഒരിക്കലും നമ്മുടെ മാത്രം നല്ലതാണെന്നും മറ്റുള്ളവരുടെ മോശമാണെന്നും ഒരിക്കലും അതൊരിക്കലും പറയാൻ പാടില്ല. പാചകവും അല്ല ഒരു സംഗതിക്ക് നമ്മൾ പറയാൻ പാടില്ല. ഞാൻ ചെയ്യണത് മാത്രം ഏറ്റവും നല്ലത്, മറ്റുള്ളവർ ചെയ്യണത് ഒന്നും ശരിയല്ല എന്ന് ഒരു വ്യക്തിയും പറയാൻ പാടില്ല. വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ എല്ലാവർക്കും അറിയാമെങ്കിലും ഒരു അറിവിലേക്ക് പറഞ്ഞതാ. പിന്നെ എല്ലാ നല്ല പോയിന്റുകൾ ഞങ്ങൾ എടുത്ത് കറക്റ്റ് ചെയ്തത് ചെയ്യാറുണ്ട്. പിന്നെ തീരെ വേഴ്സായിട്ടുള്ള പോയിന്റുകൾ ഞങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പൊ ആ വ്യക്തികളെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളത് വായിക്കാറ് പോലും ഇല്ല. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവോയ്ഡ്. അപ്പൊ തുടങ്ങാം. പറഞ്ഞു നിൽക്കാതെ നമുക്ക് തുടങ്ങാം. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് 2 കുക്കിംഗ് കഴിഞ്ഞു, വൈകുന്നേരം 2 ഉണ്ട്. അപ്പൊ ഇന്ന് ടൈറ്റാ. ഓക്കെ നല്ല അസലായിട്ട് ഇരിപ്പുണ്ടല്ലോ. വറ്റിയടി വെച്ചേ നല്ല അലുവ കഷ്ണം പോലെ. ഇത് എന്നാന്നറിയാമോ, ഈസ്റ്ററിന് മേടിച്ച് ഫിഷ് മോളിക്ക് വേണ്ടി മേടിച്ച് വെച്ചിരുന്നത് കറി വെച്ച് കഴിച്ചു ഓൾറെഡി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ അപ്പൊ വൈകിട്ട് അജിച്ചേട്ടന്റെ അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതേ. ഇത് മാത്രമല്ല, ഇതിനാവശ്യമുള്ളത് ഇച്ചിരി വെള്ളമുണ്ട്, അതിലേക്കാട്ടോ ഞാൻ ഉപ്പിടണം. ഉപ്പ പിന്നെ ഇല്ലേ കുറച്ച് കുരുമുളക് പൊടി. ചതച്ചതുണ്ടെങ്കിൽ അതിന് ചതയ്ക്കാനൊന്നും പറ്റൂല, പൊടിച്ചതിരിക്കണതേ. സ്വല്പം ഈ വെള്ളത്തിലേക്കാട്ടോ ഇടുന്നത് കുരുമുളക് പൊടി. പിന്നെ നാരങ്ങയുടെ നീര്, നാരങ്ങ പിഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ചേർക്കണം, നല്ലതാ. പക്ഷെ നിനക്കറിയാലോ ഇല്ലാന്നുള്ളത്. സിറപ്പ് എടുത്തോണ്ട് വരാം. ജ്യൂസ് ഇതിലേക്ക് തന്നെ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് തിരുമാട്ടം. അത് മതി. എന്നിട്ട് ഇത് തിരുമി ഒരു അരമണിക്കൂർ ഇരിക്കണം. എന്തിനാന്നറിയാലോ? വേറൊരു സംഭവം ചെയ്യാൻ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്.
പറഞ്ഞപ്പോ പകുതിയൊക്കെ മറന്നുപോയോ? എന്നാ തലയ്ക്ക് മറ്റേ ചൂടുകൊണ്ട് ദേ പോരെ മതി. നീ അരച്ചു വെക്കണം. മട്ടന്റെ പരിപാടിയോട് കൂടി ഇത് തീരും കേട്ടോ. അരച്ചു വെക്കാം. ഇനിയില്ലേ ദേ ശരിക്ക് ഞാൻ ഈ വിരലെടുക്കാത്തത് ഇങ്ങനെ പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കുന്നുണ്ടായിരുന്നു. എല്ലാ വിരലും ചേർത്താ ചെയ്യണം. പക്ഷെ ഇച്ചിരി കൈ സ്ക്രബ് വെച്ച് ചെറുതായിട്ടൊന്ന് രാവിലെ ചെറുതായിട്ടൊരു മുറിയായി. അപ്പൊ അതുകൊണ്ട് അതിൽ പ്ലാസ്റ്റർ ബാൻഡേഡ് ഒട്ടിച്ചേക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ ചൂണ്ടുവരൽ നീട്ടിപ്പിടിച്ചേ ചെയ്യണം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. സ്ക്രബ് സ്റ്റീൽ സ്ക്രബ് കൊണ്ട് വെച്ചിട്ട് മുറിഞ്ഞത് താങ്ങാതിരിക്കാൻ വേണ്ടി അത് വെച്ചതന്നെ. ഇനി ഇവിടെ ഇരുന്ന് ഇതിലേക്കൊക്കെ പിടിക്കട്ടെ കേട്ടോ. ശരിക്കും തിരുമിയില്ല ഇതിങ്ങനെ വെറുതെ ഇരിക്കുന്നത്. ആ സമയത്തെ നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഇതേ ഉള്ളൂ. ഒരു സവോള കാണിച്ചു തരാം എന്നാക്കിയാണ്. വേലേക്ക് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു സവോള ചേർത്തിട്ടുള്ളൂ. മുഴുത്ത സവോളയാണ്. പച്ചമുളക്, ടൊമാറ്റോ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അതറിയാലോ. ടൊമാറ്റോയും ചേർക്കാനുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തേക്കണോണ്ട് ദേ ഞാൻ അറിയാതെ ഇച്ചിരി ഇഞ്ചി അരിഞ്ഞത് ഇതിൽ കിടപ്പുണ്ട്. ഇതില്ലേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പക്ഷെ ഒരു 2-3 തലം വെളുത്തുള്ളിയും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ ഉള്ളി നന്നാക്കി തിരിപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് വരാവേ. സിമ്മിലാക്കി വെച്ചു. പിന്നെ ഇച്ചിരി വേപ്പില വേണം. തക്കാളി പറഞ്ഞ അതിനകത്ത് പെട്ടിട്ടുണ്ട്. അത് സാരമില്ല. അവൻ ചാടി വീണത് അതിന്ന് അല്ലേ. വേപ്പില മീനിലിട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി എടുത്തും വരാം. 2 തരം ഉള്ളിയും വേണം. വെളുത്തുള്ളി കേട്ടോ. ഉള്ളിയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നോണ്ട് സുഖം. പിന്നെ ഇല്ലേ ഒരുപാട് പേരില്ലേ ഇത് അരിയണം കണ്ടോട്ടോ. അതെ ഞാൻ ഫിംഗർ ക്യാപ്പൊന്നും എടുത്തില്ല. അതെ ഒരുപാട് പേര് വീഡിയോയിൽ പറയാറുണ്ട് ഒരു ഹെൽപ്പിന് ഒരാളെ വെച്ച് കൊടുത്തുകൂടെയെന്ന. അതിന് ആരും കൂടണ്ട. ഇവിടെ ഹെൽപ്പിന് ആളുണ്ട് ഓൾറെഡി. ഹെൽപ്പിനുള്ള ആള് വരുമ്പോ ചെയ്ത് വെക്കണതായിരുന്നു. ഉള്ളികളെല്ലാം നന്നാക്കി ഇഞ്ചിയൊക്കെ നന്നാക്കും. അപ്പൊ എന്നാന്ന് വെച്ചാ വീഡിയോ എടുക്കണ ദിവസം അല്ല ഹെൽപ്പിനുള്ള ആളിവിടെ വന്നതാണ്. ഇവിടെ എന്നും വരുമ്പോ പറയും കൊച്ചിനെ കണ്ടിട്ട് ഒരുപാടായിരുന്നു. അത് ഇട ദിവസം വന്നു പോകും. വീഡിയോ എടുക്കണ ദിവസം ആര് വന്നാലും ഞങ്ങൾക്ക് പിന്നെ അത് ഡിസ്റ്റർബ് ആയതുകൊണ്ട് സാറ്റർഡേ സൺഡേ വേണ്ടാന്ന് പറഞ്ഞേക്കണം. ആഴ്ചയിൽ 2 ദിവസം ആള് വന്നിട്ട് കേട്ടോ. അവര് വരുമ്പോ ഇതെല്ലാം ഒതുക്കി പറക്കി ചെയ്യും. തേങ്ങ വെണ്ടയ്ക്കും ക്ലീനിങ് എല്ലാവരും വരുമ്പോഴാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ഞാനിപ്പോ നിങ്ങളെ പോലെ മാത്രം വീടുകളിൽ അമ്മമാര് ചെയ്യുന്ന പണികളാണ് ഞാനും ചെയ്യുന്നത്. അല്ലാണ്ട് ഒട്ടും അധികമുള്ള പണികളൊന്നുമല്ല. പിന്നെ വീഡിയോസ് എടുക്കുന്ന ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നന്നായിട്ട് വർക്ക് ലോഡ് ഉണ്ട് ഞങ്ങൾക്ക്. അതില്ലാതെ പറ്റൂല. ഡെയിലി വീഡിയോ എടുക്കുകയും ഞാൻ അതിന്റെ പരിപാടി ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. അത് ചെയ്യാൻ എനിക്ക് അറിയില്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സാറ്റർഡേ സൺഡേ ഒഴിവുള്ളൂ. അന്നേരമാണ് ഞങ്ങൾ ഇത് ചെയ്യണത്. അപ്പൊ ഇവളിത് ചെയ്യും. ഞാൻ കുക്കിംഗ് നടത്തും, പരിപാടി ചെയ്യും. പിന്നെ ഇവളും ചില കുക്കിങ്ങിന്റെ വീഡിയോ ഇടാറുണ്ട്. ഇവിടെ ചെയ്യണം. പിന്നെ എഡിറ്റിങ് പരിപാടി എല്ലാം ഞാൻ പറഞ്ഞില്ല ഇവളെ ഏൽപ്പിച്ചു വെക്കുക. പുള്ളിക്കാരിയാണ് അത് റിലീസാക്കണ ആള്. അതുകൊണ്ട് ഞങ്ങൾക്ക് സാറ്റർഡേ സൺഡേ തിരക്കായിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പൊ നോയമ്പ് വീഡിയോകൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ സൺഡേസിലൊക്കെ. അപ്പൊ ഞങ്ങൾ സാറ്റർഡേ നൈറ്റും ഒക്കെ ചിലപ്പോ വർക്ക് ലോഡായിരിക്കും. എന്നാലാണ് സൺഡേ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട പ്രോഗ്രാമിന് പോവാതെയും പറ്റൂല. അപ്പൊ അങ്ങനെ ഒരുപാട് നോയമ്പ് കാലത്ത് പ്രോഗ്രാമുകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പോവാനുണ്ടാവും. അവിചാരിതമായിട്ടുള്ള മരണം, ഇങ്ങനെ അപകടങ്ങളെ, ഓരോ വിസിറ്റുകള്, അതും പെട്ടെന്ന് ദൈവം നിശ്ചയല്ലേ ഓരോന്ന് വന്നുകൂടും. ഇതിനെല്ലാം ഓടിപ്പാഞ്ഞെത്തേണ്ട അടുത്ത് ഓടിപ്പാഞ്ഞ് എത്തുകയും ചെയ്യും. അല്ലാണ്ട് ഞാൻ ഒരുപാട് ചൂടുകാലത്ത് പിന്നെ ഭയങ്കര ക്ഷീണമാണ് നമുക്ക്. മറ്റുള്ള അമ്മമാര് ചെയ്യണ പോലെയൊക്കെ ജോലികൾ മാത്രമേ എനിക്കുള്ളൂ. മൺഡേ ടു ഫ്രൈഡേ ജോലികൾ തീരെയില്ല. 2 ആത്മാക്കളുള്ളടത്ത് എന്നാക്ക പണിയാന്നറിയാലോ. 3 ആത്മാക്കളാകപ്പാടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് കാണുമ്പോ അങ്ങനെ തോന്നേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡാ. നീ മക്ക ടൊമാറ്റോ ഇടാം. ഒരു ടൊമാറ്റോ ഇടയ്ക്ക് ചാടിപ്പോയി ഇല്ലേ, അതിലേക്ക് വീണുപോയി. അവനില്ലേ എന്റെ പോലെ ഇച്ചിരി സ്പീഡപ്പായി, ഇച്ചിരി ചാട്ടം കൂടുതലാ. 1 അവന്റെ ചാട്ടം 3. എന്താ ഇനിയിപ്പൊ ഇതല്ലേ ഒന്ന് ഷാലോ ഫ്രൈ ആയി കഴിഞ്ഞാൽ മീൻ അടുപ്പത്ത് വെക്കാം. അപ്പൊ അരപ്പ് പുരട്ടി വെച്ച്, അരപ്പ് മീൻസ് ഉപ്പും നാരങ്ങാനീരും കുരുമുളകും പുരട്ടി വെച്ചിരിക്കുന്നതും ഏതാണ്ട് ഓൾറെഡി അതിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഷാലോ ഫ്രൈ മതി കേട്ടോ. ഡീപ് ഫ്രൈ ആക്കി കഴിഞ്ഞ് ഇതിട്ട് വേവാനുള്ളതല്ലേ ഇതിന്. അപ്പൊ അത് ഡീപ് ഫ്രൈ പാടില്ല, കരിഞ്ഞു പോകുന്നത്. വേപ്പില ഇട്ടല്ലോ, ലാമപ്പില ഇട്ടു. ഇനിയില്ലേ ഇതിന്റെ സ്പൈസസ് ഈ കൂടെ ചേർക്കണം. ഇത് വഴന്നു ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഏലക്ക, കറുവപ്പട്ട, തക്കോല, ഗ്രാമ്പൂ ചുമ്മാ ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളതൊക്കെ അങ്ങ് ഇടുക.
അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവനവന്റെ ഇഷ്ടം നമ്മുടെ കിച്ചണിൽ നമ്മുടെ രീതി ചെയ്യണം. അതെ. എപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്താ ബോറാവും കേട്ടോ. ഇനിയില്ലേ നമുക്ക് ഇതിലേക്ക് രണ്ടാമത്തെ തേങ്ങാപ്പാല് ഇതിലേക്ക് ഒഴിക്കുവാണോ? അല്ല, പറയണ കേക്ക്. രണ്ടാമത്തെ തേങ്ങാപ്പാല്, നേരത്തെ തേങ്ങാപ്പാല് കണ്ടോട്ടോ. പെരട്ടി വെച്ച മീനിലേക്ക് കണ്ടോ. ഇതൊന്നും വേസ്റ്റ് ആക്കാതിരിക്കാൻ ചെയ്യണ പണി എന്നാന്നറിയാമല്ലോ ഞാൻ. മുഴുവൻ ഒഴിക്കും അല്ലേ? മുഴുവൻ വേണം. ചാറ് വേണ്ടേ? നമുക്ക് ചാറ് വേണമല്ലോ. ഒന്നാം പാലില്ലേ ഇച്ചിരി കാഷ്യൂ ചേർക്കാനുണ്ട്. കുതിർത്താൻ വെച്ചില്ലായിരുന്നു, വേഗം വെക്കാൻ. ഇത് സ്റ്റൂ പോലെ തന്നെയാല്ലേ? ഫിഷ് സ്റ്റൂ എന്താ പിന്നെ നമ്മള് പറയാത്തെ? അങ്ങനെ ഒരുപാട് ചോദിച്ചു കഴിഞ്ഞില്ല, ഞാൻ വെള്ളം കുടിക്കും. എനിക്കറിയില്ല എന്നാണ് ഫിഷ് സ്റ്റൂ. ഫിഷ് സ്റ്റൂ അങ്ങനെ വേണമെങ്കിൽ പേരിൽ അറിയപ്പെടും. എഗ് സ്റ്റൂ ഉണ്ടാക്കില്ലേ നമ്മള്, അതുപോലെ. അത് പ്രമുഖരായ ഇതിലുള്ള വ്യൂവേഴ്സാ, നന്നായിട്ട് കേട്ട് നടത്തുന്ന ഒത്തിരി പേരുണ്ട്, കുക്കിങ്ങുകാര്. അപ്പൊ അവരൊക്കെ അതിനൊന്ന് മറുപടി തരിക. എന്തുകൊണ്ട് ഫിഷ് സ്റ്റൂ എന്ന് പറയാൻ പാടില്ല അല്ലെ? പറയുന്നില്ല. അതെ, ഇതില്ലേ ഈ വഴറ്റിയത് കൊണ്ടാണ് സ്വല്പം ഒരു അങ്ങനത്തെ ഒരു ലൈറ്റ് പ്യൂർ വൈറ്റ് അല്ലാതെ, പിന്നെ സ്പൈസസും ചേർക്കണ്ട. അപ്പൊ ഫിഷ് മോളിക്ക് ശരിക്കും പറഞ്ഞാൽ അധികം എരിവ് പാടില്ല. ഞാനൊരു 3-4 പച്ചമുളക് കിട്ടും. കാരണം ഒട്ടും എരിവില്ലാതെ മീനിന്റെ നുറുക്കിലേക്കൊന്നും പിടിക്കൂല. ഇത് ശരിക്കും ഫിഷ് മോളി ഉണ്ടാക്കുമ്പോ രാവിലെ ഉണ്ടാക്കി വെച്ച് വൈകിട്ടാ എടുക്കണ്ട, എന്നാലേ എല്ലാം അതിലേക്ക് ഇറങ്ങും. അതൊക്കെ ഓരോ ടിപ്പുകളാ. ഇനി ഇതേ ഗ്യാസ് ഓൺ ചെയ്യും. പാൻ കിടക്കണോണ്ട് ഈ പാത്രം വെക്കണം, അല്ലെങ്കിൽ പറക്കും. പിന്നെ മാറ്റി വെച്ചതായിരുന്നു അമ്മ. കുറെ പേര് ഇങ്ങനത്തെ ഇത് മേടിച്ചു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് പെയിന്റ് ഇട്ടപ്പോ പെയിന്റ് ഇടിച്ചില്ല കേട്ടോ. ഞാൻ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് എന്താന്നുള്ളത്. ഇനി നമുക്ക് മൂടാം. തലപ്പാല്, ഒന്നാം പാല്. അത് നല്ല ക്രീമി ആയിട്ടിരിക്കുന്നു. അത് നല്ല കൊഴുപ്പാ. ഇനി ഇച്ചിരിയേ മറന്നുപോയായിരുന്നു, ഇച്ചിരി കാഷ്യൂ എടുത്ത് വെള്ളത്തിലിടാം. കുതിർന്നിട്ട് ചതകല്ലേല് ഇടികല്ലേല് ചതച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. മീനിനധികം വേവില്ല കേട്ടോ, വേഗം വേവും. അപ്പൊ കാഷ്യൂ എടുക്കട്ടെ കേട്ടോ. അപ്പൊ പുതിയ പാക്കറ്റേ കാഷ്യൂ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. മറ്റവന് വേണ്ടി നാളെ വേറൊരു കൂട്ടം ഉണ്ടാക്കണില്ലേ, പൊട്ടിച്ചിടാൻ വേണമെങ്കിൽ. ഇത് മതി. വെള്ളത്തിലിടുക കേട്ടോ. തേങ്ങാപ്പാലല്ലേ ഇടണേ? അല്ല, വെള്ളത്തിലിട്ട് കുതിർത്തണം. കുതിർത്തിയേച്ച് ചതച്ചിട്ട് വേണം. ചതച്ചിട്ട് വേണം തേങ്ങാപ്പാല് ചേർക്കാൻ. ഇതിലാണ് ചതയൂല. കുതിർത്താനിട്ടേക്കണം. ചതക്കുമ്പോ ഞങ്ങളെ കാണിച്ചു തരാം. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, മണ്ടത്തരായിട്ട് മറന്നു. നേരത്തെ ഇട്ടാലേ കുതിർന്ന് കിട്ടുള്ളൂ. ഇനി ഇത് വേവട്ടെ. വെന്ത് കഴിയുമ്പോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി തുടങ്ങണം. മട്ടൻ തിളച്ചോണ്ടിരിക്കുന്ന രംഗമാണിത് അല്ലേ? എല്ലാവരും വരുന്നോ? എവിടെ വരും? നാളെ ഇതില്ലേ ഇടികല്ലേൽ ഇരിക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത് ചെയ്തതാട്ടോ. അല്ല, വെളുത്തുള്ളി ഇഞ്ചിയല്ല, ചുമന്നുള്ളി വെളുത്തുള്ളി ചതച്ചെടുത്ത രാവിലെ കറി ഉലർത്താൻ. ഇനി ഇത് ചതയ്ക്കുക. എന്നിട്ട് ഞാനത് കഴുകിയിട്ടില്ല, കാരണം ഉള്ളി തന്നെയല്ലേ, അതുകൊണ്ടാ. ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഇനി ഇത് ഉച്ചയായിട്ട് കഴുകുള്ളൂ. അപ്പൊ ഇത് ചതച്ചെടുക്കാം. ഇത് വലിയ ശല്യമില്ലാതെ ചതയ്ക്കണം. ഈ അധികം കുതിരാൻ സമയം കിട്ടാഞ്ഞുകൊണ്ട് ചിലപ്പോൾ തെറിക്കും. ഈ ഇടികല്ല് നല്ല ഇടികല്ല്. അപ്പി ഒരു 25 വർഷം മുമ്പ് തൃപ്പൂണിത്തുറയിൽ നിന്നാണോ മൊന്തത്തിൽ നിന്നാണോ ഞാൻ മറന്നുപോയി ഇത് മേടിച്ചു. നേരത്തെ ഒരെണ്ണം മേടിച്ചതില്ലേ ഇവിടെ കണ്ടപ്പോ, അതിനിവിടുത്തെ എലിയമാൻറ്റി എന്നുള്ള സമയം. എലിയമാൻറ്റി വന്നപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനാ പോയപ്പോൾ വണ്ടിയിൽ വെച്ച് കൊടുത്തു. ഇത്ര വർഷമായി ഇത്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ മേടിച്ച് തന്നതാ. ഒരു നല്ല ഇവരായ 1-2 സബ്സ്ക്രൈബേഴ്സ് ഒരാളെ പറഞ്ഞോളൂ, പറഞ്ഞതനുസരിച്ച് ഇത് പൊട്ടിപ്പോയിട്ട് ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചു. അതിനുശേഷം ഇതേവരെ ഒരു കുഴപ്പമില്ല. വളരെ നല്ല ഇൻഫർമേഷനാണ് തന്നത്, ടിപ്പ് തന്നത് വളരെ നല്ലതായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒട്ടിക്കാൻ നേരത്തെ അപ്പ എന്നോട് പറഞ്ഞു ഇതങ്ങ് പഴയ കളഞ്ഞേച്ച് വേറെ ഒരെണ്ണം മേടിക്കാൻ മേലേന്ന്. ഈ വർഷങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനോടൊരു അറ്റാച്ച്മെന്റ്, അത് കളയാൻ ഭയങ്കര മടിയാ. നിങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ട്? എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം സൂക്ഷിച്ച് വെക്കും. എത്രയായാലും കളയാൻ തോന്നൂല. എന്നാ ഇങ്ങനെ ഓരോ സ്വഭാവ രീതികളാണല്ലോ ഓരോരുത്തർക്ക്. അത് കുത്തിരിക്കുണ്ട്. എടുത്തിടാം. നന്നായിട്ട് ചതഞ്ഞല്ലോ. ചതഞ്ഞു കുതിർന്നത് കൊണ്ടാ. തലപ്പാലിലേക്ക്. തലപ്പാൽ അല്ലെങ്കിൽ ഒന്നാം പാൽ.
വെന്തോ എന്തോ തലപ്പാൽ ഒഴിക്കുന്ന ടൈമായി. കാഷ്യൂ ചതച്ചത് നിങ്ങൾ കണ്ടല്ലോ. ദേ ചുറ്റിച്ചൊഴിക്ക് വേണം. അപ്പൊ ചോദിക്കണ ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഇത് ഫിനിഷിങ് സ്റ്റേജിലാ. പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. തലപ്പാൽ ഒഴിച്ചു കേട്ടോ. ഒഴിച്ചു. ഇപ്പൊ ഒന്ന് ചുറ്റിക്കട്ടെ. ചുറ്റിക്കാത്ത കളി എനിക്ക് ഉണ്ടാവില്ല. അതെ, ഇത് കൊറേ നേരം ആയല്ലോ അപ്പൊ ചുറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയില്ലേ ഇരുന്ന് കൊഴുക്കൂട്ടോ കാഷ്യൂ ചേർന്നതുകൊണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചൂടായാ മതി കേട്ടോ. ഇപ്പൊ വരാം, ഒരു മിനിറ്റ്. ഓഫ് ചെയ്തു. കൊതാന്ന് തിളക്കണുണ്ടോ? ഇത്രയും തിളക്കേണ്ട ആവശ്യം വാസ്തവത്തിൽ ഇല്ലായിരുന്നു കേട്ടോ. അതെ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചോണ്ടിരുന്ന കേട്ടോ. അപ്പൊ കളർ എങ്ങനെയുണ്ടോ വെച്ചാ? നല്ല കളറാ. നല്ല കളറാ. അപ്പൊ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞോളൂ. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. മണം വന്നിട്ടുണ്ട്. ഇനിയില്ലേ കാഷ്യൂ, ഡ്രൈ ഗ്രേപ്സ് വേണമെങ്കിൽ കിസ്മിസ് എന്തെങ്കിലും മീതെ വഴറ്റിയിടണമെങ്കിൽ വഴറ്റിയിടാം. ഞാൻ നാളെ എനിക്ക് പറ്റുമെങ്കിൽ ചിലപ്പോൾ ഞാൻ വഴറ്റിയിടും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് സംഭവം? ക്യാമറാണോ? ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ക്യാമറാന്ന് നിങ്ങള് അല്ല, ഞാൻ പറയണതല്ല. നമ്മുടെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കണ ഫിഷ് മോളി ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് അപ്പനെ കൊണ്ടേ പൊതിഞ്ഞു കഴിഞ്ഞ് വരുമ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല കേട്ടോ. ഇത് അപ്പ ഇപ്പൊ പറയും ഇതാണ് ഫിഷ് മോളി. ഫിഷ് മോളി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ കാണാലോ. പോരെ. ഇനി ഇത് തണുത്ത് കഴിയുമ്പോ ഇതെല്ലാം മാറ്റും. കുറച്ച് ചട്ടിയിലിരിക്കും, ബാക്കി നാളത്തേക്ക് മാറ്റും. അത്താഴത്തിന് വേണമെങ്കിൽ അത്താഴത്തിന് ചപ്പാത്തി അല്ലല്ലോ. എങ്ങനെ നാളെ രാവിലെ കഴിക്കുന്നതിന് മുമ്പ് മല്ലിയില ഇടും. ഇന്നതേ സ്വല്പം കറിവേപ്പില, തനതായ പിച്ചി കയറി. മല്ലിയില നാളെ ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. മല്ലിയില ഇവിടെ ഉണ്ട്, പക്ഷെ ഇന്നെ ഇട്ട് വെച്ചാൽ കളർ ചേഞ്ച് വരും. അതെനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ഇരിക്കണം എനിക്ക് എപ്പോഴും ഇഷ്ടം. പക്ഷെ നമ്മൾ ചൂടാക്കുമ്പോ എന്തായാലും ചില കളർ ചേഞ്ച് വരും, സഹിക്കാതെ നിർത്തിയില്ല. അപ്പൊ ഈ ഫോമിലുള്ള പടം എടുത്തു വെച്ചാൽ ഇനി ഈ ഫോമിൽ കിട്ടൂല കേട്ടോ. ഞാനിവിടെ ഇരിക്കാം. ഇന്നില്ലേ എല്ലാ അപ്പവും വളരെ ഇതില് ക്ഷമയോടുകൂടി നിന്ന് മുരിച്ചെടുത്തു. ഇത് വലിയ സ്റ്റൈലായിട്ടുണ്ടല്ലോ. ചോദിക്ക എങ്ങനെയാന്ന് എടുത്തിട്ടോപ്പ വലിയ സ്റ്റൈലായിട്ടുണ്ട്. അപ്പയ്ക്ക് കറക്റ്റ് നല്ല എല്ലാം മുരിച്ചിട്ടുണ്ട്. അതെ അതെ, ഇച്ചിരി കൂടിയോ കലം നിറച്ച് പാലപ്പ ശരിക്കും ഇതിന്റെ പൊതുവെ വലിപ്പം കുറവായിട്ടാണ് കാണുന്നത്. ഈ സദ്യക്കല്ലേ വലിപ്പം കുറവ്. പണ്ടൊക്കെ ഇങ്ങനെ അല്ല, ചെറുത് കുറിയത് തന്നെയാണ്. അത് ചെയ്യാം. ഇന്ന് നെക്സ്റ്റ് ടൈം അത് ചെയ്യാം. കറി എടുത്തോ വിട്ട് ഞാൻ ഒഴിക്കാം. എടുത്തോളാന്ന് പറഞ്ഞാൽ ഒന്നും എടുക്കൂല. അതെനിക്ക് അത്ര പെടുത്താല. ചെറിയ കഷ്ണം പോലും ഇത് അതെനിക്ക് വേണ്ടിയുള്ളതാണ്. സ്പെഷ്യൽ വറ്റിയാട്ടോ. അതുകൊണ്ട് എങ്ങനെയാ അതിന്റെ കഷ്ണത്തിന്റെ പരിപാടി ഒന്നും നമുക്കറിയില്ല. വേറെ ഫിഷ് കിട്ടിയില്ലടി മാർക്കറ്റിൽ ചെന്നപ്പോ. ഈ വരൾച്ച ആയതുകൊണ്ടേ ഫിഷ് കുറവാന്ന് പറയണം. മീനില്ലേ വളരെ കുറവാന്നുണ്ട്. ഇതന്നെ കുളം പോലെ ഒഴിക്കണേ. അപ്പക്ക് ചാറ് വേണം. ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ പുതിയ ഞായറാഴ്ചയാണ്. ഈ ഈസ്റ്റർ കഴിഞ്ഞ പുതിയ ഞായറാഴ്ച. ഈസ്റ്ററിന്റെ ആഘോഷം ശരിക്കും പുതിയ ഞായറാഴ്ചയാണ് നമ്മളിപ്പോ ആഘോഷിക്കുന്നത്. ഈസ്റ്ററിന്റെ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊരു മരണം ഉണ്ടായി. അത് കാരണം ഈസ്റ്റർ നമ്മൾ അങ്ങനെ ഒഴിവാക്കിയത്. അപ്പൊ ഇന്നിപ്പോ അപ്പത്തിന്റെ കൂടെ ഫിഷ് മോളിയാണ് കറിയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം കണ്ടില്ലേ, ഇത് ആ ബ്രൗൺ ലെയർ ഉണ്ടല്ലോ, അതാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. എനിക്ക് ഇഷ്ടമുള്ളത് വട്ടത്തില് ഇങ്ങനെ ബ്രൗൺ ലെയർ, നടുക്ക് വൈറ്റ്. എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി വലിപ്പം കൂടിയോന്ന് സംശയമുണ്ട്. ഇത്രയും വലിപ്പം ആവശ്യമില്ല, അതിന്റെ ഒരു മുക്കാലും വലിപ്പം മതി എന്നുള്ളതാണ് എന്റെ തോന്നല്. പക്ഷെ അപ്പം എപ്പോഴും കുറിയ അപ്പം, വണ്ണം വലിപ്പം മൊത്തം കുറഞ്ഞ അപ്പമാണ് പാലപ്പം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിന്റെ കോമ്പിനേഷൻ, ഇത് ഫിഷ് മോളി വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കോമ്പിനേഷനുകൾ: 1 മട്ടൺ സ്റ്റൂ, 2 ഈ ഫിഷ് മോളി, 3 വെജിറ്റബിൾ. അത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് ചിക്കൻ സ്റ്റൂ. ചിക്കൻ സ്റ്റൂ മോശമാണെന്ന് അതുകൊണ്ട് അർത്ഥമാകുന്നില്ല. ഓരോ കോമ്പിനേഷനും അതിന്റെ ആസ്വാദ്യതയെ വെച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മട്ടൺ സ്റ്റൂ എക്സലന്റ് ആണ്.
ഈ ഫിഷ് മോളിക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നേരത്തെ പുളിരസമുണ്ട് സ്വല്പം. അപ്പൊ അത് കുറെ കൂടി ആസ്വാദികരമായിരിക്കും അതിന്. പിന്നെ നന്നായിട്ട് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കി അതിലൊക്കെ മികച്ചതായിരിക്കും. പക്ഷെ അത് അത്ര എളുപ്പമല്ല വെജിറ്റബിൾ ഇതുകൊണ്ടുള്ള കറി ഉണ്ടാക്കാൻ. പക്ഷേ നന്മയുടെ ചിക്കൻ സ്റ്റൂ ഫൈനാ. അത് അപ്പടെ റിട്ടയർമെന്റിന് അവര് അപ്പവും ഇതും കൂടെ കൊണ്ടുവന്ന് ഓർക്കണുണ്ടോ? അവരുടെ ചിക്കൻ സ്റ്റൂ എന്ത് സൂപ്പറായിരുന്നു അല്ലേ, നല്ല ഫൈൻ ഇതായിരുന്നു. എൻ്റെ എനിക്കപ്പം അവിടെ ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ട് ഫിഷ് മോളി? നല്ലതാണ്. ഞാനിന്നില്ലേടി, നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിന്ന് ഈ അപ്പം വലുതാക്കി ചുട്ടതാന്നറിയാമോ? 2 കാരണങ്ങളുണ്ട്. ഒന്ന് വലുതങ്ങ് ഇരിക്കട്ടെ, 2 പോകാനുള്ളത് കൊണ്ട് വേഗം ചുട്ട് തീർത്തു. ഉച്ചയ്ക്ക് വേറൊരു സ്ഥലത്ത് പരിപാടിക്ക് പോകണ്ടേ, അപ്പൊ അതുകൊണ്ട് അങ്ങ് ചുട്ടങ്ങ് തീർത്താ പിന്നെ പരിപാടി കഴിഞ്ഞു. ഇപ്പൊ ചൂടോടുകൂടി അല്ലാട്ടോ ഇന്ന് കഴിക്കണേ. പിന്നെ കള്ളിന്റെ മാവൊഴിച്ച് അപ്പായതുകൊണ്ട് ഒരു കുഴപ്പമില്ലതേ, നല്ല ഇതായിട്ടിരിക്കും, ഒരു കുഴപ്പമില്ല ചൂടില്ലെങ്കിലും. അതിപ്പോ ഈസ്റ്റപ്പാണെങ്കിലും ചൂടില്ലെങ്കിലും ഉച്ചവരെയൊന്നും കുഴപ്പമുണ്ടാവില്ല. നമ്മള് സദ്യക്കൊക്കെ പോകുമ്പോ കാണാറില്ലേ, അങ്ങനെ നടുക്ക് കുടം പോലെ മുരിഞ്ഞു വരാനായിട്ട് എന്താ ടെക്നിക്ക്? അത് പറയാം. സിമ്മിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് താമസം മുരിഞ്ഞു വരാൻ കേട്ടോ. നല്ല ഫ്ലെയിമിൽ അപ്പം ചുടാനായിട്ട് കോരി ഒഴിക്കുക, എന്നിട്ട് ചുറ്റിക്കുക. അതിനുശേഷം മീഡിയത്തിലിടുക. മീഡിയത്തിലിട്ട് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ആയി വരും. സിമ്മിലിട്ടാൽ ഒരുപാട് താമസം. പിന്നെ എല്ലാവരും സ്വല്പം ഷുഗർ ആഡ് ചെയ്യും. ഷുഗർ ആഡ് ചെയ്താലാണ് മുരിച്ചിൽ വരുവുള്ളൂ. ഷുഗർ അല്ലെങ്കിലും ആഡ് ചെയ്യണം. എന്നാന്ന് വെച്ചാൽ അപ്പത്തിന് മാവിന് പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ന്യൂട്രലായി പൊക്കോളും ഷുഗർ ആഡ് ചെയ്യുമ്പോൾ. അങ്ങനെ അപ്പം ഇത് സിമ്മിൽ മാത്രം ഇട്ട് ചുട്ടാൽ മതി, അപ്പം നല്ല ഇതായിട്ട് വരും. അല്ല സിമ്മിലല്ല, മീഡിയത്തില്. സിമ്മിലാണ് ഞാൻ ഇട്ട് ചെയ്യാറ്. അങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിലേയാ, വളരെ സ്ലോയിലേ വരുവുള്ളൂ. മീഡിയത്തിലിട്ടാൽ ഒരു കുഴപ്പമില്ല. ഇപ്പം ഓരോന്ന് ചെയ്യുമ്പോഴല്ലേ മനസ്സിലാക്കി വന്നെ. നിന്റെ ഭാഷയിൽ നടുക്ക് കുടം പോലെ, പണ്ട് ചെറുപ്പത്തിലെ പറയണ ഭാഷ, നടുക്ക് കുടം പോലെ. അപ്പൊ എങ്ങനെയുണ്ട് ഫിഷ് മോളി? കേവലാണോ? ഈ ഫിഷിനും കുഴപ്പമില്ല, ഒറ്റ ഫിഷാണ്. സാധാരണ ഫിഷ് മോളിക്ക് എപ്പോഴും നെയ്മീനോ അല്ലെങ്കിൽ മോതയാണ് എടുക്കുന്നത്. നല്ല രുചികരമാണല്ലേ? നമ്മൾ അപ്പം ഒരിച്ചിരി മുറിക്കുന്നു. ഇനി ഉച്ചയ്ക്കും ചിലപ്പോ അപ്പം ഉണ്ടാവും, ചിലപ്പോ ഇടിയപ്പായിരിക്കും. ഞാൻ ചെറിയ കോഴ്സ് എടുക്കുള്ളൂ. ഇച്ചിരി മുക്കുന്നു. ഇനി നമ്മൾ കഴിക്കുന്നു. ഇത് വളരെ നന്നായിരുന്നു സ്റ്റൂ. കാര്യം ഈ വറ്റയാണെങ്കിൽ കഷ്ണം വലിയ കുഴപ്പമില്ല. ഈ വറ്റട വലുതായിട്ടായിരിക്കും, പല വറ്റകളുണ്ടല്ലോ. എല്ലാവരും വെച്ചുകൊണ്ടിരിക്കണ്ട, അതുകൊണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ടില്ല കളയും. വൈകുന്നേരമൊക്കെ വേറെ കഴിക്കാം മട്ടൺ റോസ്റ്റിൻ്റെ കൂടെ. അത് ശരി. വൈകുന്നേരം കടയിൽ കഴിക്കാം മട്ടൺ റോസ്റ്റിൻ്റെ കൂടെ. മട്ടൺ റോസ്റ്റിനല്ലേ കിട്ടുന്ന ആവശ്യം. മട്ടനായാലും കഴിക്കും. മട്ടൺ പക്ഷെ നല്ല കോമ്പിനേഷൻ ആട്ടോ ഇടാം. ഒറ്റയ്ക്ക് കഴിക്കുന്നതിനേക്കാളും നല്ലതാ അപ്പത്തേക്കും കൂടെ കഴിക്കുന്നതാ. സ്റ്റൂ അല്ല, സ്റ്റൂ അല്ല, ഫിഷ് മോളി. ഈ മീൻ ചുമ്മാ പുഴിയുമൊന്നും കയറില്ല അതിനകത്ത്, സുഖമില്ല. ഇന്നലെ ഉണ്ടാക്കി ശരിക്കും ഈ ഫിഷ് മോളിയും പാല് പിഴിഞ്ഞതും തമ്മിൽ എന്താ വ്യത്യാസം? എത്ര പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. പാല് പിഴിഞ്ഞതിനും മുളക് പൊടിയും മല്ലിപ്പൊടിയും കരവും ഒക്കെ ചേർക്കുന്നു. ഫിഷ് മോളി സ്റ്റൂ തന്നെ, സെയിം ഫിഷ് ഇട്ടുണ്ടാക്കണ സ്റ്റൂ. ശരിക്കും ഫിഷ് സ്റ്റൂ എന്ന് പറയായിരുന്നു. ഫിഷ് മോളി യെല്ലോ കളറിലിരിക്കും അല്ലേ? അല്ല, മറ്റേ മപ്പാസ, ഫിഷ് മപ്പാസ അല്ലെങ്കിൽ പാല് പിഴിഞ്ഞത് യെല്ലോ കളറിലിരിക്കും അല്ലേ? അത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാലകളെല്ലാം ഇടും. അതുകൊണ്ടാണ് യെല്ലോ കളർ. മനസ്സിലായോ? ഇതും തേങ്ങാപ്പാല് തന്നെ, പക്ഷെ സ്റ്റൂന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ പിന്നെ പിന്നെ എന്നാ നമ്മൾ ഫിഷ് മോളി എന്ന് പറയണം? അതൊന്നും എനിക്കറിയില്ല.
അത്രയും ഗഹനമായി ഞാൻ കഴിച്ചിട്ട് പോലുമില്ല നേരത്തെ. പിന്നെ ഇനിയിപ്പോ എന്നാ പറയണെന്ന് ചോദിച്ചാ എങ്ങനെയാ പിന്നെ അമ്മ ഇത് ആദ്യമായിട്ട് കഴിക്കണേ? അബാർ പ്ലാസ് അല്ല. അത് അന്നത്തെ കാലത്ത് ഇങ്ങനെ ചൂടാക്കി ഇത് വെക്കണത് മറ്റു വലിയ ഗമയാണ്. ബർണർ ഇതിൽ വെച്ച്. ശരി, എറണാകുളത്ത് സ്റ്റൂ പോപ്പുലറാ. ഈ കോട്ടയാന്ന് തോന്നുന്നു ഫിഷ് മോള് കൂടും. അല്ല, കോട്ടയം സ്റ്റൂ ആന്ന് തോന്നുന്നു. സ്റ്റൂ അല്ലേ? അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നമ്മൾ നോൺ വെജ് തുടങ്ങി. നോൺ വെജ് പകുതി തുടങ്ങി. തരട്ടെ? പകുതി വേണ്ട, എനിക്ക് കാല് മതി. കാലോ ഞാൻ പറഞ്ഞ തിന്നാ മതി. കാലൊന്നും അങ്ങനെ കഴിച്ച് കണ്ടിട്ടില്ല സാധാരണ. ചാറ് കഴിക്കാൻ